സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 പ്രാക്ടീസ് ടെസ്റ്റ് കിട്ടുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രാക്ടീസ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഉണ്ടാവും, അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും, അതേപോലെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്കും അവിടെ കാണാം. പ്രാക്ടീസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് പ്രാക്ടീസ് ടെസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, സെഷൻ എക്സ്പയർഡ് എന്ന് പറഞ്ഞ് വരും. വീണ്ടും ഒന്ന് പ്രാക്ടീസ് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് പ്രാക്ടീസ് ടെസ്റ്റ് ഒന്നും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ്, എക്സാമിനുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് വരും. അതിൻ്റെ ഏറ്റവും അവസാനം ഇതൊക്കെ വായിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അവസാനം സ്റ്റാർട്ട് എക്സാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇത് ഫിസിക്സിലെ അതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ പാർട്ട് ഫിസിക്സ് ആണ്, രണ്ടാമത്തെ പാർട്ട് കെമിസ്ട്രി ആയിരിക്കും. അതായത് ആദ്യത്തെ എത്ര ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി, പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് മാത്സ്. ഇതിപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റ് ആയതുകൊണ്ട് 18 ക്വസ്റ്റ്യൻസ് ഇതിലുള്ളൂ. അപ്പോൾ ഫിസിക്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ അലോങ് വിത്ത് എ ടാങ്ക് സർക്യൂട്ട് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ ആക്ട് ആസ്. അപ്പോൾ നോക്കുക, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയർ ആൻസർ എന്നുള്ളത് കൊടുത്തു. ഈ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഈ ഫിസിക്സിൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുക. റൈറ്റ് സൈഡിൽ ഫിസിക്സ് എന്നുള്ളതിൻ്റെ നേരെ ആൻസർ എന്നുള്ള ഇപ്പം 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഫിസിക്സിൻ്റെ ഇതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്നുള്ളതിലേക്ക് അവിടെ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിട്ട് വരും, ഗ്രീൻ നിറത്തിൽ അവിടെ വന്നു. അപ്പോൾ ഇവിടെ ലെജൻഡ് കാണിക്കുന്നുണ്ട് ആൻസേർഡ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇനി ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ നിന്ന് ഫിസിക്സിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വേണ്ട, ഞാൻ ഫിസിക്സിൽ ഇനി ഒന്നും ചെയ്യുന്നില്ല, എനിക്കിനി കെമിസ്ട്രിയിലാണ് ചെയ്യേണ്ടത്. കെമിസ്ട്രിയിൽ 8ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് ഇങ്ങനെ അടുത്തയിലേക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. 8 എന്നുള്ളതിൻ്റെ അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 വന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർ ഓഫ് അലൂമിനിയം. അപ്പോൾ അതിൽ അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണെന്നുള്ളത് ഇതിൽ നിന്ന് ഏതാണെന്ന് വെച്ചുള്ള നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യാണ്. അതായത് ഈ പിന്നീട് നോക്കാം എന്നുള്ളതൊക്കെ മാർക്ക് അൺമാർക്ക് ഫോർ റിവ്യൂ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാതെ മഞ്ഞ കളറിൽ വന്നു. അതായത് അത് ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇത് ചെയ്യണം, ആൻസർ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനിയപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്സിലേക്ക് പോകണം. മാത്സിലെ 16ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 0, 2, 3, 5, 7. റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. എത്ര എണ്ണമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ സി ആൻസർ കൊടുത്തു. പക്ഷേ ഞാൻ അവിടെ കൊടുക്കുന്നത് അവിടെയും മാർക്ക് ആൻഡ് അൺമാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുക്കുകയാണ്. ആൻസർ ചെയ്തു, അതിന് ശേഷമാണ് മാർക്ക് ആൻഡ് അൺമാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുത്തത്. അപ്പോൾ നോക്കുക, ആ 16ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ആൻസേർഡ് ആണ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്നാണ്. അത് വയലറ്റിലെ ഇതിലാണ് കളറിലാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്തതെന്നുള്ളതും അതേപോലെ ആൻസർ ചെയ്യാത്തതെന്നുള്ളതും റിവ്യൂവിന് വെച്ചത് എന്നുള്ളതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ 10ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, മാത്സിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. അപ്പോൾ സെക്ഷൻ ഔട്ടായി കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ നോട്ട് ആൻസേർഡ് ആണെങ്കിൽ അത് വൈറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് ആ ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ ഇനി ഈ മാത്സിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്തത് ചെയ്യേണ്ടത് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ ഫിസിക്സിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഏത് വിഭാഗത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതൊന്ന് പരിശീലിച്ച് നോക്കുക. എല്ലാവരുടെ ഇതിലും പ്രൊഫൈലും വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ്, പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ട്രയൽ ടെസ്റ്റ് എഴുതാൻ സാധിക്കാത്തവർക്കും അതേപോലെ മറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നും എഴുതാൻ സാധിക്കാത്തവർക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എങ്ങനെയാണ് ഈ ടെസ്റ്റ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിയർ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആ റെസ്പോൺസ് ക്ലിയർ ആവും. നോക്കുക 105 സി, ഈ ക്വസ്റ്റ്യൻ ഞാൻ സി എന്ന് പറഞ്ഞ ആൻസർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലിയർ റെസ്പോൺസ് കൊടുത്തോടുകൂടി ആ സി എന്നുള്ള ആൻസർ പോയി. ഇപ്പോൾ മാത്സിൽ ആൻസർ എന്നുള്ളിടത്ത് 0 തന്നെ വന്നു. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ റെസ്പോൺസ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനും അതേപോലെ അത് സേവ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്തു എന്നുള്ളത് അപ്പോഴേ ആവുള്ളൂ. ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലേ ആ ആൻസർ സേവ് ആവുള്ളൂ. അതായത് നിങ്ങൾ ആൻസർ ചെയ്തു എന്നാവുള്ളൂ. നെക്സ്റ്റ് അത് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസർ സേവ് ആവും. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോവുക. അതായത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പിന്നെ പോകുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലുള്ള 7 എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോകാനും അതേപോലെ ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനും ആവശ്യമുള്ളത് റെസ്പോൺസ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഇതിൽ സാധിക്കും. ഇനി 7 പ്രീവിയസ് ആണെങ്കിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ 7 പ്രീവിയസും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു 4-5 പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതൊന്ന് ഇൻ്റർഫേസ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ലോഗിൻ ചെയ്ത് പ്രൊഫൈലിൽ ഈ പ്രാക്ടീസ് ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അത് ക്ലിയർ ആക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. ഏറ്റവും മുകളിൽ നോക്കുക 4, 16, 15 എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നത് നമ്മുടെ സമയമാണ്. എത്ര സമയം നമുക്കിനി ബാക്കിയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻജിനീയറിങ്ങും B.Pharm അപ്ലൈ ചെയ്തു. അങ്ങനെയുള്ള ഒരു കുട്ടി B.Pharm മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, എൻജിനീയറിങ് വേണ്ട എന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 മണിക്കൂറും ഈ ഫിസിക്സും കെമിസ്ട്രിയും ആൻസർ ചെയ്യാൻ കിട്ടും. മാത്സ് അയാൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് സാവധാനം ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. B.Pharm എൻജിനീയറിംഗ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റ് B.Pharm മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ സമയം എത്രയാണെന്നുള്ളത് ബാക്കി എക്സാം ഹാളിൽ വാച്ച് അനുവദനീയമല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി സമയം എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്, എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.